ഹായ് ഫ്രണ്ട്സ്, പാഠപുസ്തകത്തിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC നടത്തിയ ഖാദി ബോർഡ് പ്രിലിംസിൻ്റെ മൂന്നാമത്തെ സ്റ്റേജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കഥാകാരൻ. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കഥാകാരൻ ആരെന്നാണ് ചോദ്യം. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ് ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? കേരള സിംഹം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി, സർദാർ KM പണിക്കറാണ് കേരള സിംഹം എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 2 ദൗത്യത്തിനു നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ബി, K ശിവൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമൂഹശാസ്ത്രം അഥവാ സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? അപ്പോൾ ഏത് സർവകലാശാലയിലാണ് ഇന്ത്യൻ സമൂഹശാസ്ത്രം അഥവാ സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ച സർവകലാശാല ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ബോംബെ യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ത്യൻ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണ്? ഓപ്ഷൻ ഡി, മസ്തൂൺ കിസാൻ ശക്തി സംഘടൻ. മസ്തൂൺ കിസാൻ ശക്തി സംഘടനാണ് വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ, അരവിന്ദ് പനഗരിയ. ഇപ്പോഴത്തെ ആരാണ്? ഇപ്പോഴത്തെ സുമൻ ബെറിയാണ് കേട്ടോ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ചരക്കു സേവന നികുതി അഥവാ GST നിലവിൽ വന്നത് എപ്പോൾ? ഇപ്പോൾ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ. 2019 ആർക്കാണ് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത്? ഓപ്ഷൻ സി, അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയത് ആരാണ്? ഓപ്ഷൻ ഡി, നീരജ് ചോപ്ര. അടുത്ത ക്വസ്റ്റ്യൻ, സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഉണർവ്. അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്ഷൻ ബി, ഉണർവ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏത്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം. ഇപ്പോൾ പ്രസ്താവന നമുക്കൊന്ന് വായിക്കാം. അറബിക്കടലും പശ്ചിമഘട്ടത്തിനും ഇടയിൽ ഇവ സ്ഥിതി ചെയ്യുന്നു. താരതമ്യേന വീതി കുറവ്. ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 3ഉം 4ഉം. ഇപ്പോൾ ഡെൽറ്റകൾ കാണപ്പെടുന്നു കിഴക്കൻ തീര സമതലത്തിൽ. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ തീര സമതലം. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ ഏതാണ്? പടിഞ്ഞാറൻ തീര സമതലമാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഓപ്ഷൻ ഡി, മൗണ്ട് K2. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ ബി, ഗോദാവരി. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി, മുംബൈ. മുംബൈയാണ് കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത. കൊല്ലം കോട്ടപ്പുറം ഏതാണ് ദേശീയ ജലപാത? ദേശീയ ജലപാത 3. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താരാപൂർ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. താരാപൂർ എവിടെ സ്ഥിതി ചെയ്യുന്നു?
ഓപ്ഷൻ എ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് താരാപൂർ ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? ഓപ്ഷൻ സി കൽക്കരി. കൽക്കരിയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്. ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നത് എന്താണോ അതാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്. ബാക്കി മൂന്നും തീർന്നു പോവില്ല. നമുക്ക് എത്ര വേണേലും ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. സൗരോർജ്ജം തീരുവോ? ഇല്ല. വേലിയോർജ്ജം തീരില്ല. ജൈവവാതകോർജ്ജവും തീരില്ല. അപ്പോൾ നമുക്ക് സോഴ്സ് ഉള്ളതാണ് തീർന്നു പോകുന്നത്. അപ്പോൾ കൽക്കരി തീർന്നു പോകുന്നതാണ്. അതാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? കൽക്കരി. അടുത്ത ക്വസ്റ്റ്യൻ, പൊതുമേഖലയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാല. പൊതുമേഖലയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഓപ്ഷൻ ബി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി ഡിഗ്ബോയ്. ആസാമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമേ പെട്രോളിയം ഖനനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി ഉപദ്വീപീയ പീഠഭൂമിയിലാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ ഏതാണ് സമത്വത്തിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് സമത്വത്തിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഏതൊക്കെയാണ് സമത്വത്തിൽ ഉൾപ്പെടുന്ന? നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. ഇവ മൂന്നും സമത്വത്തിൽ ഉൾപ്പെടുന്നതാണ്. കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം സമത്വത്തിൽ ഉൾപ്പെടുന്നത് അല്ല. ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിൽ വരുന്നതാണ് കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. ഏതാണ് ആർട്ടിക്കിൾ 20 വരുന്നതാണ് അല്ലേ? ആർട്ടിക്കിൾ 20 കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 20. അത് ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 4A. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം. സമാധാനത്തെയും സമത്വത്തെയും ഏതാണ്? ഓപ്ഷൻ ഡി വെള്ള നിറമാണ് സമത്വത്തെയും സമാധാനത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം. അടുത്ത ക്വസ്റ്റ്യൻ, 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഏത് ഭാഷയിലെ പതിപ്പിനാണ് അംഗീകാരം നൽകിയത് 1950 ജനുവരി 24? ഏത് ഭാഷയാണ്? ഓപ്ഷൻ എ ഹിന്ദി. ഹിന്ദി ഭാഷയിലുള്ള ഭരണഘടനയുടെ പതിപ്പിനാണ് 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയ ഭാഷ ഏതാ? ഹിന്ദി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദേശീയ ഗീതം വന്ദേ മാതരം. ദേശീയ ഗാനം ജനഗണമന. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം. മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം എന്നാണ്? ഓപ്ഷൻ സി 1993. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ശരിയായ പ്രസ്താവന: വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കാൻ പ്രവർത്തിച്ച സംഘടനയാണ് ഉത്തർപ്രദേശിലെ കിസാൻ ശക്തി മോർച്ച. രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ എന്നീ വിവരങ്ങൾ വിവരാവകാശ നിയമം വഴി വെളിപ്പെടുത്താവുന്നതാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. അപ്പോൾ ഇതിനകത്ത് ശരിയായത് ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. പ്രാവർത്തികമാക്കാൻ പ്രവർത്തിച്ച സംഘടന നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു, കിസാൻ മസ്ദൂർ ശക്തി സംഘടൻ. രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങളൊന്നും നമുക്ക് വിവരാവകാശം വഴി ലഭ്യമാക്കാൻ കഴിയില്ല. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 11ൽ കുറയാത്ത അംഗങ്ങളുമാണ് വരുന്നത് കേട്ടോ. വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്?
മതേതരത്വം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ, ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല എന്നുള്ളതാണ് മതേതരത്വം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? ഓപ്ഷൻ സി, 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ ചെയർമാൻ അരുൺകുമാർ മിശ്ര. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഭഗത് സിംഗുമായി ഇതിനകത്ത് ബന്ധമില്ലാത്ത 3 പ്രസ്താവനകളുണ്ട്. ബന്ധമില്ലാത്തത് ഏതെന്ന് നമ്മൾ കണ്ടെത്തണം. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? ഓപ്ഷൻ എ ആണ് ആൻസർ, 1 മാത്രം. ബാക്കി 2 ശരിയാണ്. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. സ്വരാജ് പാർട്ടി ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടെയാണ് രൂപീകരിച്ചത്. ഭഗത് സിംഗിന് അതിൽ റോളൊന്നുമില്ല. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 1 മാത്രമാണ് തെറ്റായ പ്രസ്താവന. മറ്റത് 2 ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന വായിക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. അടുത്തത്, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. 3ാമത്തെ പ്രസ്താവന, ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാഫോർഡ് ക്രിപ്സിൻ്റെ കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. അപ്പോൾ ഇതിൽ ഏതൊക്കെ പ്രസ്താവന? ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് ബന്ധമില്ലാത്തത്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ സമരത്തെ പിന്തുണച്ചു എന്നുള്ളതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ഇതിനകത്ത് 4 പ്രസ്താവനയുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ആസാദിൻ്റെ പുസ്തകം ഇന്ത്യ വിൻസ് ഫ്രീഡം. നയീം താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. അപ്പോൾ ഇതിനകത്ത് മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തണം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം. അപ്പോൾ നയീം താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തത്. അത് ആരാണ് ആസൂത്രണം ചെയ്തത്? നയീം താലിം പദ്ധതി ഗാന്ധിജിയാണ് നയീം താലിം വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തത്. ബാക്കി 3 ഇതും ശരിയാണ് കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം. അതേപോലെ അദ്ദേഹം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം എന്നാണ്? നവംബർ 11 അന്നാണ് അദ്ദേഹത്തിന് എന്തായിട്ട് ആചരിക്കുന്നു? വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം. ആസാദിൻ്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇത് 3 ശരിയായ പ്രസ്താവന. നയീം താലിം വിദ്യാഭ്യാസ പദ്ധതി ആരുടേതാണ്? ആസാദിൻ്റെ അല്ല, ഗാന്ധിജിയുടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. 1 അഭയാർത്ഥി പ്രവാഹം, 2 വർഗീയ ലഹള, 3 സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ, 4 നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, 3 മാത്രം. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ എന്ന് പറയുന്ന 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ഇത് 3ഉം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രസ്താവന ഒന്ന് വായിക്കാം. 1ാമത്തെ പ്രസ്താവന, 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. 2ാമത്തേത്, വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. 3 രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. 4 മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു.
അപ്പോൾ ഇതിനകത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിൽ യോജിക്കാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് മാത്രം എന്താണ്? ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചതിൽ ഉൾപ്പെടാത്തതാണ് വില്യം ജോൺസ് സ്ഥാപിച്ച ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ബാക്കി 3. 1916 DK കാർവെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. നാദിബായ് താക്കറെ വനിതാ സർവകലാശാല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്ത് രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡികൾ കണ്ടെത്തുക. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, വോയിസ് ഓഫ് ഇന്ത്യ ലാല ലജ്പത് റായ്, വന്ദേ മാതരം ദാദാഭായ് നവറോജി, കേസരി മറാത്ത ബാലഗംഗാധര തിലക്. അപ്പോൾ ഇതിനകത്ത് ശരിയായത് ഏതൊക്കെയാണ്? നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ശരിയാണോ? ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉമാണ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ശരിയാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലകും ശരിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ആരാണ്? ദാദാഭായ് നവറോജി. വന്ദേ മാതരം ആരാണ്? വന്ദേ മാതരം ലാല ലജ്പത് റായ്. ആനി ബസിൻ്റെ വന്ദേ മാതരം എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഗദ്ദാർ പാർട്ടി ചന്ദ്രശേഖർ ആസാദ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CR ദാസ് മോത്തിലാൽ നെഹ്റു, ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്, AITUC NM ജോഷി, ലാല ലജ്പത് റായ്. ഇതിനകത്ത് നിന്ന് ശരിയായ ജോഡി ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 3ഉം 4ഉമാണ്. ഗദ്ദാർ പാർട്ടി ആരാണ്? അപ്പോൾ 3ാമത്തത് ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്, AITUC ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആരൊക്കെയാണ്? NM ജോഷിയും ലാല ലജ്പത് റായും. ഇപ്പോൾ ഗദ്ദാർ പാർട്ടി ആരാണ് സ്ഥാപിച്ചത്? ലാല ഹർദയാൽ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആരാണ്? സ്വരാജ് പാർട്ടിയാണ് CR ദാസ് മോത്തിലാൽ നെഹ്റു സ്ഥാപിച്ചത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആരാണ് സ്ഥാപിച്ചത്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആരാ സ്ഥാപിച്ചത്? ആരാണ്? ജയപ്രകാശ് നാരായണാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ച സംബന്ധിച്ച് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. 2ാമത്തെ പ്രസ്താവന, കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. അടുത്ത്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ്. അപ്പോൾ ഇതിനകത്തുനിന്ന് തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റ്. 4 മാത്രം തെറ്റാണ്. അപ്പോൾ 4 INCയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു. അപ്പോൾ 2ാമത്തെ പ്രസിഡന്റാണ് ദാദാഭായ് നവറോജി. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ, സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ VS കോത്താരി കമ്മീഷൻ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ രൂപീകരണം, 1986 വിദ്യാഭ്യാസ നയം. അപ്പോൾ ഇതിൻ്റെ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരി. 2 സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ് പറയുന്നത്. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. 2ാമത്തത്, മാഡം പിക്കാജി ഗാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തി. പണ്ഡിത രമാഭായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. അപ്പോൾ ഇതിൽ ശരിയായവ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ഇത് 3ഉം ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. 788 ശങ്കരാചാര്യർ ജനിച്ചു. 1553 കൂനൻ കുരിശു സത്യം. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസിരിസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ശരിയായത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 4ഉം ശരിയാണ്.
1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. 788 ശങ്കരാചാര്യർ ജനിച്ചു. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസിരിസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ കൂനൻകുരിശ് സത്യം 1653 കൂനൻകുരിശ് സത്യം. 1653 കൂനൻകുരിശ് സത്യം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. 1. തീരപ്രദേശമില്ലാത്ത ജില്ലകൾ: ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് കണ്ണൂർ. ഈ പ്രസ്താവനകൾ ശരിയല്ലാത്തതാണ് കണ്ടെത്താൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരമല്ല, മലപ്പുറമാണ്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ളത്. അപ്പോൾ ശരിയായത് തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തിലുള്ള ജില്ല എവിടെയാണ്? തിരുവനന്തപുരമല്ല, മലപ്പുറം. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് കണ്ണൂർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി തിരിയുന്ന കായലാണ് വേമ്പനാട് കായൽ. വേമ്പനാട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായത് ഏതൊക്കെയാണെന്ന് പറയൂ. ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉമാണ് ശരി. വേമ്പനാട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ കൊല്ലം മുതൽ വടക്കോട്ടല്ല, ആലപ്പുഴ മുതലാണ് വരുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം 3 ജില്ലകളിലായിട്ടാണ് വേമ്പനാട് കായൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവം. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരപ്പുഴ. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ടു കായലിൽ പതിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നിന്ന് ശരിയല്ലാത്തത് ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 2 മാത്രം. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് ഇടമലയാറും മുതിരപ്പുഴയും. അപ്പോൾ മുതിരപ്പുഴയ്ക്ക് എന്തിൻ്റെയാണ്? പെരിയാറിൻ്റെ പോഷക നദിയാണ് ഈ മുതിരപ്പുഴ, ഇടമലയാർ. ഭാരതപ്പുഴയുടെ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദനശേഷി 780 മെഗാവാട്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്താണ് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 45ാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻ ബി ആണ് ആൻസർ, 2ഉം 3ഉം. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ അല്ല. മലബാറിലെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. ശബരിഗിരി ഏതാണ്? പമ്പാ നദിയിൽ പത്തനംതിട്ട സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ഏത് രാജ്യമാണ് ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയത്? ചൈനയാണ് കേട്ടോ. ചൈനയാണ് ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. 1. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി ഏത് തുടക്കത്തിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അടുത്ത, വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആന. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന പെരിയാർ വന്യജീവി സങ്കേതത്തിൽ കാട്ടുപോത്തുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? പെരിയാർ വന്യജീവി സങ്കേതത്തിൽ. തെന്മല എക്കോ ടൂറിസം പദ്ധതി ചെന്തരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിലേതാണ് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ, 1ഉം 3ഉം. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി പെരിയാർ വന്യജീവി സങ്കേതമാണ് കേട്ടോ.
പറമ്പിക്കുളം അല്ല, പെരിയാർ വന്യജീവി സങ്കേതമാണ് നെല്ലിക്കാപ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്നത്. അടുത്ത് മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? പെരിയാർ വന്യജീവി സങ്കേതത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവനയാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 2, 3. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ഈ 2 സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിനകത്ത് ശരിയായി വരുന്നത്. അടുത്ത്, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം മത്തി. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജംഗു. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കുഫോസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. കുഫോസ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ്? തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് യോജിക്കാത്ത പ്രസ്താവനകളാണ് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകളാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ് 1ഉം 4ഉം. കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം എന്താണ്? കരിമീനാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം മത്തിയല്ല, കരിമീനാണ്. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണശാല അഥവാ കുഫോസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? പനങ്ങാട്, കൊച്ചി. തിരുവനന്തപുരത്തല്ല, പനങ്ങാട്, കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? ജംഗു ആണ് കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം. അപ്പോൾ കറക്റ്റ് ആയല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗോദവർമ്മ രാജയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഗോദവർമ്മ രാജ ആരാണ്? ഗോദവർമ്മ രാജയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. ഒക്ടോബർ 13 ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് വേണ്ടി യത്നിച്ചു. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഈ 4 പ്രസ്താവനകളും ഗോദവർമ്മ രാജയെക്കുറിച്ച് പറയുന്നത് ശരിയാണ്. അപ്പോൾ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റ് അദ്ദേഹമാണ്. കേരള സ്പോർട്സ് കൗൺസിൽ സ്ഥാപിച്ചത്. സ്ഥാപക പ്രസിഡന്റും അദ്ദേഹം തന്നെയാണ്. ഒക്ടോബർ 13 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. അത് കേരളത്തിൻ്റെ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവും ഗോദവർമ്മ രാജയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് വേണ്ടി യത്നിച്ചതും ആരാണ്? ഗോദവർമ്മ രാജ തന്നെയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഏതാണ് ആൻസർ എന്ന് പറയാം, എന്നിട്ട് ശരിയായ പ്രസ്താവന വായിക്കുന്നതല്ലേ നല്ലത്. ഓപ്ഷൻ ബി ആണ് ആൻസർ, 2ഉം 3ഉം. ഇപ്പോൾ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന 2ാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. അടുത്ത്, KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൻ്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. ഇപ്പോൾ 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന അപ്പോൾ ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന 2ാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൻ്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷയാണ്. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് PT ഉഷ ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ്. അടുത്ത് 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ശരിയായത്? ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്ന് പറയുമോ? ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം 3ഉം.
1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. 1959 വിമോചന സമരത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. അപ്പോൾ കോഴഞ്ചേരി പ്രസംഗം ആരാണ് നടത്തിയത്? കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, കുമാരഗുരുവിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കുമാരഗുരുവിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. വെട്ടിയാട്ട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ച നീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. അപ്പോൾ ഇതിൽ കുമാരഗുരുവിനെ സംബന്ധിച്ച് ഏതാണ് തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം. ക്രിസ്തീയ സമുദായത്തിൽ നിന്ന് നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ച നീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ ശരിയായ 3 പ്രസ്താവന ഒന്നുകൂടെ വായിക്കാം. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെട്ടിരുന്നു. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാണ്. വെട്ടിയാട്ട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വി.ടി. ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. നാനാജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന കോടമുണ്ട കോളനി എന്ന ആശയം. ഘോഷ ബഹിഷ്കരണം. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ ഇതിനകത്ത് ആരാണ് വി.ടി. ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം ശരിയാണ്. നാനാ ജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കോടമുണ്ട കോളനി എന്ന ആശയം ആരുടേതാണ്? വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആശയം. ഘോഷ ബഹിഷ്കരണം. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. ഇതെല്ലാം വി.ടി. ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകളാണ്. എല്ലാം ശരിയാണ്. അടുത്ത് പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. സമത്വ സമാജം, അരയ സമുദായം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ. ഇതിൽ പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ ഏതൊക്കെ സംഘടനകളാണ് സ്ഥാപിച്ചത്? ഓപ്ഷൻ ബി 2, 3, 4. സമത്വ സമാജം അപ്പോൾ ആരാണ് സ്ഥാപിച്ചത്? വൈകുണ്ഠസ്വാമികളുടെ ഇതാണ് സമത്വ സമാജം. ബാക്കി 3 അരയ സമുദായം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ ഇവ 3 സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. അരുവിപ്പുറം പ്രതിഷ്ഠ, ടാഗോറിൻ്റെ സന്ദർശനം, ഗാന്ധിജിയുടെ സന്ദർശനം, ഗുരുവിൻ്റെ സമാധി. അപ്പോൾ ഇതിൽ ശരിയായ ജോഡി ഏതാണ്? അരുവിപ്പുറം പ്രതിഷ്ഠ 1888 ആണ്. ടാഗോറിൻ്റെ സന്ദർശനം 1922. ഗാന്ധിജിയുടെ സന്ദർശനം 1925. ഗുരുവിൻ്റെ സമാധി 1928. അതാണ് ശരിയായത്. ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. 1 സി. 1 അരുവിപ്പുറം പ്രതിഷ്ഠ 1888. 2 എ ഏതാ? ടാഗോറിൻ്റെ സന്ദർശനം 1922. ഗാന്ധിജിയുടെ സന്ദർശനം 1925. ഗുരുവിൻ്റെ സമാധി 1928. അടുത്ത ക്വസ്റ്റ്യൻ, ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ചരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യ ഗുരു. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 1, 3 ആൻസർ. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യ ഗുരു. ഇത് രണ്ടുമാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തിയത് 1915. കല്ലുമാല സമരം നടത്തിയത് 1893. 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അപ്പോൾ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്. 3, 4 മാത്രമാണ് ശരി. 1934 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതും അയ്യങ്കാളി തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റല്ലേ? അപ്പോൾ അതിലെന്താണ് തെറ്റ് വന്നത്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തിയത് 1893. വില്ലുവണ്ടി സമരം 1893 കല്ലുമാല സമരം 1915 നടത്തിയത്.
അത് രണ്ടും തിരിഞ്ഞുപോയി വർഷങ്ങൾ. അതാണ് ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റിപ്പോയത്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന 1891 ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ, 1896 ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ, 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്തീയ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. ഇതിലേതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ സി ആണ്, 3 മാത്രം. മൂന്നാമത്തെ ഇത് മാത്രമേ ശരിയായിട്ടുള്ളൂ. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. ഇതാണ് ശരിയായ പ്രസ്താവന. അപ്പോൾ ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന വർഷം 1896 ആണ്. 91 ഏതാണ്? ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ വർഷം 1991 ഈഴവ മെമ്മോറിയൽ 1896 ഒന്നാം ഈഴവ മെമ്മോറിയൽ 1896, രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900. അപ്പോൾ അതിൻ്റെ വർഷങ്ങളും തിരിഞ്ഞുപോയി, അതാണ് തെറ്റിപ്പോയത്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കാമ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. തിരുവനന്തപുരത്തെ ജവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു. അക്കാമ ചെറിയാൻ്റെ ആത്മകഥ ജീവിതം ഒരു സമരം. അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരി? എല്ലാം ശരിയാണോ? ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി അക്കാമ ചെറിയനാണ്. തിരുവിതാംകൂറിൻ്റെ ജവാൻ ഓഫ് ആർക്ക് അക്കാമ ചെറിയനാണ്. അക്കാമ ചെറിയൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. ഭഗ്ഭടാനന്ദൻ ഏതാണ്? ഭഗ്ഭടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, വൈകുണ്ഠസ്വാമികൾ, VT ഭട്ടതിരിപ്പാട്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായത്? ഭഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ് ആൻസർ. 1B ഭഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, 2 സഹോദരൻ അയ്യപ്പൻ ഓപ്ഷൻ സി, 2C, 3 വൈകുണ്ഠസ്വാമികൾ ഓപ്ഷൻ എ, ഓപ്ഷൻ അല്ല 3A, 4 VT ഭട്ടതിരിപ്പാട്, 4D. ഇതാണ് ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജൻ്റെ എത്ര ശതമാനം നൽകുന്നു? അപ്പോൾ ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജൻ്റെ എത്ര ശതമാനമാണ് നൽകുന്നതെന്നാണ് ചോദ്യം. ഇപ്പോൾ എത്ര ശതമാനമാണ്? ഓപ്ഷൻ ബി 20% ആമസോൺ മഴക്കാടുകൾ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജൻ്റെ എത്ര ശതമാനം നൽകുന്നു? ഓപ്ഷൻ ബി 20% നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സ്പോട്ട് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സ്പോട്ട് ഫീവർ ഏതാണ് എന്ന രോഗത്തിന് കാരണമായ രോഗാണുവാണ് ചോദിച്ചേക്കുന്നത്. സ്പോട്ട് ഫീവർ ഓപ്ഷൻ എ റിക്കറ്റ്സിയ ആണ് സ്പോട്ട് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? യൂറിയ ഏത് അവയവത്തിൽ വെച്ചാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻ ഡി കരളിലാണ് യൂറിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമാണ് യൂറിയ. അതാണ് പോയിന്റ് കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണെന്ന് കിട്ടും. പക്ഷേ ഈ മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെടും. അതാണ് യൂറിയ. അടുത്ത ക്വസ്റ്റ്യൻ, ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മത്സ്യങ്ങളിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? അപ്പോൾ ഏത് മൂലകമാണ്? ഓപ്ഷൻ എ നൈട്രജൻ. അപ്പോൾ നൈട്രജൻ്റെ കുറവ് മണ്ണിലുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? പ്രാണികളെ ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ നൈട്രജൻ്റെ അഭാവം ഉണ്ടാകുമ്പോൾ അവ പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നു എന്നുള്ളതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് പറയുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഫലമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം അതിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഓക്സിജൻ എന്തിൻ്റെ വിഘടന ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്? പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ ഉണ്ടാകുന്നത് എന്തിൻ്റെ വിഘടന ഫലമായിട്ടാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ജലത്തിൻ്റെ വിഘടന ഫലമായിട്ടാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ
വാതകം ഉണ്ടാകുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം. കുടിവെള്ളത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഓപ്ഷൻ സി ടൈഫോയിഡ്. ടൈഫോയിഡ് പകരുന്നത് കുടിവെള്ളത്തിലൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം. കേരളത്തിൽ ഏത് പ്രദേശത്താണ് ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്നത്? ഓപ്ഷൻ ബി തട്ടേക്കാട്. തട്ടേക്കാട് ഒരു പക്ഷി സങ്കേതമാണ്, അതുകൊണ്ട് ഈ ദേശാടന പക്ഷികൾ ധാരാളമായി അവിടെ എത്തുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഓപ്ഷൻ ഡി തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ്. തിരുവനന്തപുരം ശ്രീകാര്യത്താണ് കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സങ്കര ഇനം നെല്ലിന് ഉദാഹരണം. സങ്കര ഇനം നെല്ലിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ബി അന്നപൂർണ. അനുഗ്രഹ ഏതാണ്? അനുഗ്രഹ മുളകാണ്. അനാമിക വെണ്ടയാണ്. ലോല മാലിക ലോല എന്താ? പയറാണ് കേട്ടോ. അടുത്ത്, പയറ് വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ. പയറ് വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ഏതെന്നാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ റൈസോബിയം. റൈസോബിയം ബാക്ടീരിയയാണ് പയറ് വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയയാണ് ഓപ്ഷൻ എ റൈസോബിയം. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായവ കണ്ടെത്തുക. ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ശരിയായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയാണ്. ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എല്ലാ ആറ്റങ്ങളുടെ ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. ഇത് 3 ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ലോകത്തിൻ്റെ അയിരാണ് കലാമിൻ? അപ്പോൾ കലാമിൻ ഏതാണ്? ഓപ്ഷൻ ഡി സിങ്ക്. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. അടുത്ത ക്വസ്റ്റ്യൻ, മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ ശരിയായ ജോഡി ഏതൊക്കെയാണെന്ന് നോക്കണം. ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 4 ത്രികങ്ങൾ ഏതാണ്? ട്രയാഡ്സ്. ഡോബറൈനർ. ത്രികങ്ങൾ എന്ന് പറയുന്ന ട്രയാഡാണ്, ഡോബറൈനർ. 2, 3 അഷ്ടകങ്ങൾ ആരാണ്? ന്യൂലാൻഡ്സ്. അഷ്ടകങ്ങൾ കൊണ്ടുവന്ന ന്യൂലാൻഡ്സ് ആണ് കണ്ടെത്തിയത്. അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ. അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയത് മെൻഡലീഫാണ്. അറ്റോമിക നമ്പർ ആണെങ്കിൽ മോസ്ലി. അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയുള്ള പീരിയോഡിക് ടേബിൾ മോസ്ലി. അപ്പോൾ ത്രികങ്ങൾ ഡോബറൈനർ, അഷ്ടകങ്ങൾ ന്യൂലാൻഡ്സ്, അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ മെൻഡലീഫ്, അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ മോസ്ലി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തു വരുന്ന വാതകത്തിന് നേരെ എറിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകം? ഇപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന ഒരു തീക്കൊള്ളി കാണിച്ചു. അപ്പോൾ ആ തീക്കൊള്ളി അണഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകമെന്നാണ് ചോദ്യം. ഏതാണ് വാതകം? ഓപ്ഷൻ എ ഹൈഡ്രജൻ. പൊട്ടുന്ന ശബ്ദത്തോടെ കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി. ടാനിക് ആസിഡ് മഷി തുകൽ ഇവയുടെ നിർമ്മാണം. അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം. സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ. അപ്പോൾ ഇതിലെ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി ആണ്. അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണത്തിന് സൾഫ്യൂറിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ, അസറ്റിക് ആസിഡ് ഉപയോഗിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഏത്? സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ അൾട്രാസോണിക് തരംഗങ്ങളാണ് സോണാറിൽ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജമാണ്? ഓപ്ഷൻ സി സ്ഥിതികോർജ്ജം. സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേരാണ്? പ്രകീർണനം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പ്രകീർണനം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്?
ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഓപ്ഷൻ ഡി പാസ്കലാണ്. അപ്പോൾ ടെമ്പറേച്ചറാണ് ഊഷ്മാവ്. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? സെൽഷ്യസ് ഉപയോഗിക്കുന്നുണ്ട്, ഫാരൻഹീറ്റ് സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ട്, കെൽവിൻ സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവ മൂന്നും ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കാത്തത് പാസ്കലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം, ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരത്തെ എന്ത് പറയുന്നു? ഓപ്ഷൻ ഡി പ്രവേഗം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം.